ഹലോ, നമുക്ക് കായ്പോളൻ എന്നൊരു വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കിയാലോ? വലിയ മാറ്റമൊന്നുമില്ല. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കുറച്ച് മിൽക്ക് പൗഡറും വനില എസൻസും ചേർത്ത് നമുക്കൊരു ടേസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. അതിനാദ്യം തന്നെ 4 പഴം പഴുത്തത്, ആവശ്യത്തിന് പഴുത്ത്, ഒരുപാട് പഴുക്കാണ്ട്, എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഓയിൽ ഒഴിച്ച് ഒരു പാത്രത്തിൽ വഴറ്റിയെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ തിന്നുമ്പോൾ കടിക്കാൻ നല്ല രസമായിരിക്കുമല്ലേ? എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ഒരു കയ്യിൽ കൊള്ളുന്ന അത്ര എടുത്ത്, പിന്നെ ഒരു 5-6 ഈത്തപ്പഴം എടുത്ത് അതിൻ്റെ കൂര് കളഞ്ഞിട്ട് ചെറുതായി മുറിച്ച് ഒരു 2 സ്പൂൺ നല്ലോണം പാൽപ്പൊടി എടുക്കുക, മിൽക്ക് പൗഡർ, പിന്നെ വനില എസൻസ് അതൊരു 1/4 ടീസ്പൂൺ മതി. അത് മുട്ടൻ്റെ മണം മാറാൻ വേണ്ടിയിട്ടാണ്. ഈ കൂട്ടിനുള്ളൊരു മുട്ട മണം. പിന്നെ 5-6 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത്, നിങ്ങളെ മധുരത്തിന് ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി, സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊക്കെ ഈ ഡ്രൈ ഫ്രൂട്ട്സ്, പാൽപ്പൊടി, മിക്സഡ് ഫ്രൂട്ട്സ് എല്ലാം അതിലിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഈന്തപ്പഴം നല്ലോണം ഉടച്ചെടുത്ത പോലാക്കി സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗവും ഇളക്കിയെടുക്കുക. എന്നിട്ടൊരു നുള്ളു ഉപ്പിടുക. അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെയും നന്നായിട്ട് ഇളക്കി ഈ വാട്ടി വെച്ച പഴം, വനില എസൻസ് ഒരു 3-4 സ്പൂൺ തുള്ളി ഒഴിച്ച് ഇളക്കിയെടുക്കാം. പിന്നെ പഴം വാട്ടി വെച്ചത് അതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാം. എന്നിട്ടൊരു തവ വെച്ച് നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് ഗീ ഇട്ടിട്ട് എല്ലാ ഭാഗവും തടവിയ പാത്രത്തിൽ ഈ കൂട്ട് ഒഴിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. പാത്രത്തിൻ്റെ അടപ്പിന് ഹോളുണ്ടെങ്കിൽ ടിഷ്യൂ കൊണ്ട് അടച്ചാൽ മതി കേട്ടോ, എയർ പോകാണ്ടിരിക്കുക. ഇതൊരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ വേവായാൽ, ഇപ്പോൾ വേവായിട്ടുണ്ടാവും. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, സൈഡ് കരിയാതെ കിട്ടണം. എന്നിട്ടൊരു പ്ലേറ്റ് എടുത്ത് അതിന് ഫ്ലിപ്പ് ചെയ്ത് മറിച്ചെടുക്കാം. കണ്ടോ, അടിഭാഗം അങ്ങനെ കരിഞ്ഞിട്ടില്ല, ഇതുപോലെ കിട്ടണം. എന്നിട്ട് ഒന്നുകൂടി അതിൻ്റെ മേൽഭാഗം ഒന്നുകൂടി ഒരു 5 മിനിറ്റോളം വേവിക്കാം. വീണ്ടും അടച്ച് വെച്ചിട്ട് ഇത് 5 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ആ പ്ലേറ്റ് എടുത്തിട്ട് തന്നെ ഫ്ലിപ്പ് ചെയ്തെടുക്കാം. നോക്കിയേ, നല്ല കറക്റ്റ് വേവായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കായ്പോള റെഡി ആയി കിട്ടി. നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ ഇത് തിന്നാൻ. ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നോമ്പിന് പ്രത്യേകിച്ചിട്ട്. ഓക്കെ.